പരുന്തുപാറ കയ്യേറ്റ വിഷയത്തിൽ വനം റവന്യൂ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ല. ഇതുമൂലം നഷ്ടപ്പെട്ട വനഭൂമിയുടെ അളവ് കണ്ടെത്തുന്നതിൽ പ്രതിസന്ധിയാവുന്നു. വനഭൂമി നഷ്ടപ്പെട്ടതായി ഹൈക്കോടതി നിയോഗിച്ച ഉന്നതതല സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. മഞ്ചുമല വില്ലേജിലെ 441 സർവേ നമ്പറിൽ റവന്യൂ രേഖകളുടെ പിൻബലത്തിൽ സംയുക്ത പരിശോധന നടത്തിയാൽ മാത്രമേ വനഭൂമിയിലെ കയ്യേറ്റങ്ങൾ വ്യക്തതയുണ്ടാകൂവെന്നാണ് വനംവകുപ്പ് നിലപാട്. പരുന്തുംപാറയിലെ ചില പ്രദേശങ്ങൾ വനമേഖലയോട് ചേർന്ന് കിടക്കുന്നതിനാൽ 440 സർവേ നമ്പറിൽ മാത്രമായി എത്ര ഏക്കർ ഭൂമിയുണ്ടെന്ന് തിട്ടപ്പെടുത്താൻ വനംവകുപ്പിന് കഴിയുന്നില്ല. വനഭൂമി നഷ്ടപ്പെട്ടതായി ഹൈക്കോടതി നിയോഗിച്ച ഉന്നതതല സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി വനംവകുപ്പിനെ അറിയിച്ചിട്ടുമില്ല. ഇതിനിടെ മുഖ്യ വനപാലകന്റെ നിർദ്ദേശത്തെ തുടർന്ന് പരുന്തുംപാറയിൽ വനഭൂമി കയ്യേറ്റത്തിൽ വനംവകുപ്പ് സ്വന്തം നിലയിൽ അന്വേഷണം ആരംഭിച്ചു. കോട്ടയം ഡിഎഫ്ഒ എൽ രാജേഷ് നേതൃത്വത്തിൽ രേഖകൾ പരിശോധിച്ചു തുടങ്ങി. പരുന്തുംപാറയിലെ വനഭൂമി റാന്നി റിസർവിൽ ഉൾപ്പെടുന്നതാണ്. നോട്ടിഫിക്കേഷൻ 29 പ്രകാരം 1904 പരുന്തുംപാറയിൽ വനഭൂമി ഏറ്റെടുത്തത്. ജണ്ടകൾ പൊളിക്കുകയും സർവേ കല്ലുകൾ നീക്കം ചെയ്യുകയും ചെയ്ത ശേഷം സ്ഥലങ്ങൾ കൈവശപ്പെടുത്തി. മുൻപ് വനംവകുപ്പിയുടെ ജണ്ടകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇവ നീക്കം ചെയ്ത ശേഷം വനഭൂമി കൈയടക്കിയിട്ട് ജണ്ടകൾ പുനർനിർമ്മിച്ചു. അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ ഇപ്പോൾ റവന്യൂ ഭൂമിയും വനഭൂമിയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് SIT റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനു പുറമെ കയ്യേറ്റം കണ്ടെത്തിയ വനാതിർത്തികളിൽ നിന്ന് സർവേ കല്ലുകളും അപ്രത്യക്ഷമായി. വനാതിർത്തിയിൽ കരമടയ്ക്കുന്ന ഭൂമിയേക്കാൾ കൂടുതൽ ഭൂമി കൈവശമുള്ളത് കണ്ടെത്തിയാൽ നഷ്ടപ്പെട്ട വനഭൂമി കണ്ടെത്താൻ കഴിയുമെന്നാണ് നിഗമനം. ഇടുക്കി വിഷൻ, കുമളി.